ഇടുക്കിയിൽ എക്സൈസ് പിടികൂടുന്ന ലഹരി കേസുകളുടെ എണ്ണത്തിൽ വൻ വർധനയെന്ന് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. ജനുവരി 1 തീയതി മുതൽ ഫെബ്രുവരി 28 തീയതി വരെ ജില്ലയിൽ രജിസ്റ്റർ ചെയ്തത് 189 NDPS കേസുകൾ. അബ്കാരി കേസുകളിലും മുൻവർഷത്തേക്കാൾ വർധന. മൂന്നാർ, വാഗമൺ ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലാണ് ലഹരി കേസുകൾ കൂടുതലും പിടികൂടുന്നത് എന്നാണ് എക്സൈസിന്റെ നിലപാട്. മാരക ലഹരി മരുന്നായ MDMAയും ഹാഷിഷ് ഓയിലും ഉൾപ്പെടെയുള്ളവയാണ് എക്സൈസ് സംഘം പിടികൂടുന്നതിലധികവും. മൂന്നാർ, വാഗമൺ ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെത്തുന്ന യുവാക്കളാണ് ലഹരി മരുന്നുമായി പിടിയിലാകുന്നതിൽ കൂടുതലും. ഈ വർഷം ജനുവരി, ഫെബ്രുവരി മാസങ്ങളിൽ NDPS കേസിൽ 189 പേരെ എക്സൈസ് പിടികൂടി. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിലുണ്ടായിരുന്ന കേസുകളുടെ എണ്ണം 102 മാത്രമാണ്. MDMA പോലുള്ള രാസലഹരി മരുന്നുകളുടെ ഉപയോഗം യുവാക്കൾക്കിടയിൽ വർദ്ധിച്ചു വരുന്നതായി എക്സൈസ് പറയുന്നു. എന്നാലും പൊതുവായിട്ട് ഇത്തരത്തിൽ പ്രത്യേകിച്ച് യുവാക്കൾ ഇത്തരം കാര്യങ്ങളിൽ കൂടുതലായിട്ട് വരുന്നതായി ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. കോളേജ്, സ്കൂൾ വഴിയൊക്കെ ശക്തമായിട്ടുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. വിമുക്തി മിഷൻ്റെ ആഭിമുഖ്യത്തിൽ എല്ലാ വിദ്യാലയങ്ങളിലും ആൻറ്റി നാർക്കോട്ടിക് ക്ലബ്ബുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആഭിമുഖ്യത്തിൽ ശക്തമായ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എല്ലായിടത്തും തന്നെ. അബ്കാരി കേസുകളുടെ എണ്ണം താരതമ്യേന കൂടിയിട്ടില്ലെങ്കിലും പിടികൂടുന്ന വ്യാജമദ്യത്തിന്റെ അളവ് വൻതോതിൽ ഉയർന്നിട്ടുണ്ട്. വാറ്റുചാരായത്തിന്റെ നിർമ്മാണവും വിൽപ്പനയും കൂടി. കോളേജ് വിദ്യാർത്ഥികൾ രാസലഹരി ഉപയോഗത്തിന് പിന്നാലെ വിൽപ്പനക്കാരായി മാറുന്നതായും എക്സൈസ് കണ്ടെത്തിയിട്ടുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വരെ ലഹരി കൈമാറ്റ കേന്ദ്രങ്ങളായി മാറുകയാണ്. വിൽപ്പനയ്ക്കെത്തുന്ന ലഹരി മരുന്നിന്റെ ചെറിയൊരു ഭാഗം മാത്രമാണ് പിടികൂടുന്നതും. പല കേസുകളിലും പ്രതികളെ രക്ഷിക്കാൻ രാഷ്ട്രീയ ഇടപെടലും ഉണ്ടാകുന്നു. രാഹുൽ വിജയൻ, 24 ഇടുക്കി.